എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ് നമ്മൾ ആദ്യം പോകുന്നത്. തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ടി കെ ഗോവിന്ദൻ, നിയുക്ത MLA. ഭാര്യ KP രമണിയോടൊപ്പമായിരുന്നു ടി കെ ഗോവിന്ദന്റെ സന്ദർശനം. കോടിയേരിയുമായുള്ളത് വൈകാരിക ബന്ധമാണെന്ന് ഇരുവരും പ്രതികരിച്ചു. ടി കെ ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ തനിക്ക് കഴിയില്ല എന്നായിരുന്നു വിനോദിനി കോടിയേരിയുടെ പ്രതികരണം. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇന്ന് ഈ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. പയ്യന്നൂരെയും തളിപ്പറമ്പിലെയും അമ്പലപ്പുഴയിലും ഒന്നും പ്രശ്നം വരില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബന്ധം കോടിയേരിയുമായി ഉണ്ട്. കോടിയേരിക്കാണെങ്കിൽ പാർട്ടിയിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ ഉള്ള അസാമാന്യമായ കഴിവ് വളരെ ചെറുപ്പത്തിലെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല സഖാക്കളോടുള്ള കോടിയേരിയുടെ പെരുമാറ്റം, കാരണം ഏത് വിഷമസന്ധിയിലും കോടിയുടെ മുഖത്ത് നോക്കിയാൽ ഞങ്ങൾ എല്ലാ വിഷമവും തീരും. ആ ചിരിയിൽ ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ടാണ് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. പാർട്ടിക്ക് അതീതമായ ബന്ധമാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ സ്നേഹത്തോടെ നോക്കിയ ഒരാളെപ്പോലും ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അത് ആരായാലും. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. വ്യക്തിപരമായി എന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കി എന്നെ ഒന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മറക്കില്ല. അത് പാർട്ടി ആയാലും ഏത് മനുഷ്യനായാലും ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ രാഷ്ട്രീയം ഒന്നും കാണില്ല. ടി കെ ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്നൊക്കെയാണല്ലോ ഇതൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം. അതെൻ്റെ സബ്ജക്റ്റേ അല്ല. ഞാൻ പറയുന്നത് ഗോവിന്ദൻ്റെ കുടുംബമായിട്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കുള്ള ബന്ധമാണ്. അതിൽ ഞാൻ രാഷ്ട്രീയം ഒന്നും കലർത്തുന്നില്ല. വർഗവഞ്ചകനോ അങ്ങനെ ഒന്നും ഞാൻ വിളിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അതാണ് വൈകാരിക രംഗങ്ങളാണ് നമ്മൾ കോടിയേരിയുടെ വീട്ടിൽ കാണുന്നത്. കോടിയേരിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയാണ് ടി കെ ഗോവിന്ദനും ഭാര്യ രമണിയും. അർജുൻ കല്യാടും TV പ്രസാദും VS രഞ്ജിത്തും അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട്. നോക്കൂ, ഈ പാർട്ടിയുടെ തോൽവി, ഈ കനത്ത തോൽവി വിലയിരുത്താൻ വേണ്ടി CPM-ന്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുമ്പോഴാണ് ഈ രീതിയിലുള്ള സന്ദർശനം എന്നതുകൂടി ഓർക്കണം. CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്, പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. CPM വിമതനായി മത്സരിച്ച് ജയിച്ച, തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച ടി കെ ഗോവിന്ദൻ. അർജുൻ കല്യാട്, അത് തന്നെയാണ് ഏറെ പ്രസക്തിയും. ഈ സന്ദർശനത്തിന്റെ വൈകാരിക രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു. അത് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ടി കെ ഗോവിന്ദൻ അത് പറഞ്ഞു വെക്കുന്നു. ടി കെ ഗോവിന്ദനെ പാർട്ടി അണികളിൽപ്പെട്ടവർ, നേതാക്കളൊക്കെ വർഗവഞ്ചകൻ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ വിളിക്കാൻ തനിക്ക് കഴിയില്ല എന്ന വിനോദിനി കോടിയേരിയും കൃത്യമായി തന്നെ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. വിനീത, തീർച്ചയായിട്ടും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തി ടി കെ ഗോവിന്ദനും ഭാര്യയും ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണം അത് വളരെ വൈകാരികം തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് വർഗവഞ്ചകനെന്നാണ് ടി കെ ഗോവിന്ദനെ CPM-ന്റെ എല്ലാ നേതാക്കളും, ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന നേതാക്കൾ വരെ, മുഖ്യമന്ത്രി വരെ പ്രയോഗിച്ച് അല്ലെങ്കിൽ ആ വാക്കുപയോഗിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങൾ ഇപ്പോൾ കോടിയേരിയുടെ കുടുംബവും ആവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണല്ലോ മറ്റ് നേതാക്കളെല്ലാം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിനോദിനി കോടിയേരി പറഞ്ഞ ഒരു വളരെ പ്രസക്തമായൊരു സ്റ്റേറ്റ്മെന്റ്, അത്തരം ഒരു കാര്യം ഞാൻ പറയില്ല, ഒരു വർഗവഞ്ചകനാണ് ടി കെ ഗോവിന്ദൻ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സന്ദർശനം തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് ടി കെ ഗോവിന്ദനും കുടുംബവും എത്തിയതിൻ്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ രീതിയിലുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരസ്യമായിട്ടുള്ള പോസ്റ്ററുകൾ, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ, ജില്ലാ സെക്രട്ടറിക്കെതിരെ, പാർട്ടിയിൽ നടക്കുന്ന അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾക്കെതിരെ. ആ ഘട്ടത്തിൽ കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ എത്രയേറെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളാണ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അനുസ്മരിച്ചുകൊണ്ട് വരുന്നത്, ഓർമ്മിച്ചുകൊണ്ട് വരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദയനീയ തോൽവിയിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു. പാർട്ടിയിൽ ഇത്രയും വലിയ മൂല്യച്യുതികൾ സംഭവിക്കില്ലായിരുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കണ്ടത് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയി അവിടെ നിന്നും പിന്നെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുന്ന കാഴ്ച. അമ്പലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നും ഓരോ ആളുകളായി കൊഴിഞ്ഞു പോകുമ്പോൾ അവരോട് നേരിട്ടൊന്ന് ചെന്ന് സംസാരിക്കാൻ, അവരെ ഒന്ന് അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കോടിയേരി ബാലകൃഷ്ണന് കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിന് അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. അമ്പലപ്പുഴയിൽ ഇത്രയധികം വിമതർ
മത്സരിച്ചിരിക്കുക CPM-ൽ ഉണ്ടായിട്ടേ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് തളിപ്പറമ്പും പയ്യന്നൂരും എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ കോട്ടകളാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ വിമർശനങ്ങളായിരുന്നു. തുടക്കത്തിൽ ആ ചർച്ചകൾ വന്നപ്പോൾ തന്നെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ എതിർപ്പുയർന്നതാണ്. എന്നിട്ടും ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പതിവ് ഇല്ലാത്ത വിധം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വരെ പാർട്ടി കോട്ടകളിൽ ഉൾപ്പെടെ പോസ്റ്ററുകൾ നമ്മൾ കാണുകയാണ്. പയ്യന്നൂരിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അവിടെ രക്തസാക്ഷി ഫണ്ട് ആരോപണം ഉയർന്നതിന് പിന്നാലെ ആ സ്ഥാനാർത്ഥിയെ തന്നെ, മധുസൂദനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ മധുസൂദൻ ഇല്ലായിരുന്നുവെങ്കിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുക പോലുമില്ലായിരുന്നു. അതായത് ഇതിലൊരു കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, ചർച്ച ചെയ്ത് ഇവരെ അനുനയിപ്പിക്കുന്നതിലൊക്കെ തന്നെ ഒരു വലിയ വീഴ്ച നേതൃത്വത്തിനുണ്ടായി എന്ന വിമർശനമാണ് ഉയരുന്നത്. അത് തന്നെയാണ് P. ജയരാജനും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെച്ചതും, അല്ലേ അർജുൻ കല്യാട്? വിനീത, തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അത് പരസ്യമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരെയും അത് പരസ്യമായി പല അണികളും പ്രവർത്തകരും ഒന്നും തന്നെ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ പല ആളുകളും പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുകയാണ്. P. ജയരാജന്റെ പ്രതികരണം അത് നേതൃത്വത്തിനെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല. അതായത് പഠിക്കാനുള്ള ചില പാഠഭാഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് പഠിക്കേണ്ടത്, അണികളാണോ നേതൃത്വമാണോ എന്നുള്ള ചോദ്യത്തിന് P. ജയരാജൻ പറയുന്ന ഉത്തരം അത് നേതൃനിരയിൽപ്പെട്ട ആളുകൾ തന്നെ പഠിക്കണം, അവർ തന്നെ തിരുത്തണം എന്നുള്ളതാണ്. താഴെത്തട്ടിൽ CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി, ഇപ്പോൾ തൊട്ടു മുൻപ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു തോൽവി തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. ആ ഘട്ടത്തിലാണ് CPM ഓരോ അംഗങ്ങളുടെ വീടുകളിലേക്ക്, ഓരോ കുടുംബങ്ങളിലേക്ക് ജനങ്ങളെ നേരിൽ കാണാനൊക്കെ ചെന്നുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തത്. സ്വാഭാവികമായും ആ കേട്ട കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ പരിഹരിച്ചു, എത്രത്തോളം കാര്യങ്ങൾ തിരുത്തി എന്നതിൻ്റെ ഉത്തരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുള്ള തോൽവി എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന വിമർശനം. കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ CPM-ന്റെ ഒരു നേതൃനിര എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അവിടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പോയി സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഓരോ രാഷ്ട്രീയ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തി അവിടെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ ആ തരത്തിൽ കൈകാര്യം ചെയ്ത്, അത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണനൊക്കെ അത്തരത്തിൽ വളരെ തന്മയത്വത്തോടുകൂടി ഓരോ പ്രതികരണങ്ങളിലും പത്രപ്രവർത്തകർ എത്രയേറെ ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനോടൊന്നും അസഹിഷ്ണുത പ്രകടിപ്പിക്കാതെ അതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി നൽകാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അത്തരം പ്രതികരണം നടത്താൻ വേണ്ടി കഴിയുന്നില്ല. ഒരു ചോദ്യം കഴിഞ്ഞ് 2 ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അസഹിഷ്ണുതായി പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ കാണുന്നത്. അതൊക്കെ പാർട്ടി അണികൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ, താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ പറ്റിയിട്ടുള്ള അവമതിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്നുള്ളതാണ് പാർട്ടി തന്നെ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രഹസ്യമായി സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം ചില നീക്കങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമാണ് ഇപ്പോൾ TK ഗോവിന്ദനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നോട്ട് വെച്ചത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത് എന്നുള്ളതാണ് TK ഗോവിന്ദൻ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതികരണമാണ് TK ഗോവിന്ദൻ്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടാവുന്നത്. എന്തായാലും ഇത് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ്, നിർണായകമായിട്ടുള്ള ഒരു സന്ദർശനം തന്നെയാണ്. CPM രാഷ്ട്രീയത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. കാരണം CPM വിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളവരെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തള്ളിപ്പറയുമ്പോഴും CPM-ന്റെ അണികൾക്കിടയിൽ ഇപ്പോഴും ഒരു വികാരമായി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം അവരെ തള്ളുന്നില്ല, അവരെ ചേർത്ത് നിർത്തുകയാണെന്ന് പറയുന്നത് ഭാവിയിലെ CPM-ന്റെ രാഷ്ട്രീയത്തെ, ഭാവിയിലെ ഇടതു രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഡിക്കേറ്ററായി തന്നെ കാണേണ്ടി വരും എന്നുള്ളതാണ് അതിലെ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമാണ് എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും TK ഗോവിന്ദനും ഒക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ ആ വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വ്യക്തിപരം എന്നുള്ള കാര്യം CPM-ന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇല്ല. CPM-ന്റെ ഒരു പ്രാഥമിക അംഗം ആ അംഗത്വത്തിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ പോലും പറയുന്നത് വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ ഉപരി സാമൂഹിക താല്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു മാത്രം ഇതിനെ ചുരുക്കാൻ വേണ്ടി കഴിയില്ല. കൃത്യമായും ഇതിന് രാഷ്ട്രീയപരമായ മാനങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് ഞാൻ വർഗവഞ്ചകൻ എന്ന TK ഗോവിന്ദനെ പറഞ്ഞു തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വൈകാരികമായി തന്നെ വിനോദിനി കോടിയേരി പ്രതികരിക്കുന്നതും അതുകൊണ്ടാണ്. നമ്മൾ TK ഗോവിന്ദന്റെ ഭാര്യ രമണിയുടെ കണ്ണുനീർ അവിടെ കാണുകയാണ്. കോടിയേരിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടവർ കരയുന്ന ദൃശ്യങ്ങൾ, വൈകാരികമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്.